ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നല്ലേ, ഇന്നലെ രാത്രി ഭയങ്കര ചൂടായതുകൊണ്ട് കിച്ചണിൽ കയറാനായിട്ട് മടി. അപ്പോൾ ആ കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ചോറുണ്ടാക്കി കഴിഞ്ഞ് ചോറ് ഉണ്ടാക്കിയത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിച്ചു പുറമെന്ന് കറി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കാലത്ത് വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയത്. അപ്പം നല്ല അടിപൊളി പരിപ്പ് വട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ കറി വാങ്ങിക്കുന്ന പരിപ്പട പോലെ. ഒരു പരിപ്പട അവിടെ വെച്ച് കഴിച്ചു, ഒരു പരിപ്പട വാങ്ങിക്കുകയും ചെയ്തു. ആ പരിപ്പടയാണ് ഈ പരിപ്പട. ഞാൻ പണ്ട് രാധാകൃഷ്ണ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന പരിപ്പടയൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു, വീഡിയോ കണ്ടിട്ടില്ലേ? അതിൻ്റെ അത്രയ്ക്കൊന്നും എത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഊണ് പരിപ്പൂടെ കൂട്ടിയിട്ടാ. ഈ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറിയും ഒന്നും നമുക്ക് വേണ്ട, സിമ്പിളായിട്ട് സൂപ്പറായിട്ട് കഴിക്കാം. കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അടിപൊളി. ഇത് ഒന്നുകൂടി മൊരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനേട്ടാ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കറി ഉണ്ടാക്കാൻ മഴയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. ശരിക്കും ഇവിടെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കുബൂസിൽ വെക്കുന്നവര്, കറിയില്ലാത്തവര്, ചിലപ്പോൾ ഭക്ഷണം തന്നെ കഴിക്കില്ല, ഒരു നേരേക്ക് ഭക്ഷണം കഴിക്കണോ, കുബൂസും തൈരും കൂട്ടി കഴിക്കുന്നവര്. ഇതൊക്കെ അവരുടെ പോക്കറ്റിന്റെ വലിപ്പം കുറയാതിരിക്കാൻ, അതായത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നാട്ടിലെ ആൾക്കാർ വിചാരിക്കും പ്രവാസികൾ നല്ല സുഖമായിട്ട് സുഖദൂരവരായിട്ട് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നല്ല. വീട്ടിൽ നിന്ന് മാസം മാസം 10,000-ങ്ങളും 20,000-ങ്ങളും വേണമെന്ന് പറഞ്ഞ് ആവശ്യങ്ങളില്ലാത്ത ആവശ്യങ്ങൾ കൂടി ഉണ്ടാക്കി കാണിക്കുന്ന ഭാര്യമാരും അതുപോലെ വീട്ടിലുള്ളവരും ഒന്ന് ആലോചിക്കുക. അവര് വയറ് കെട്ടിവെച്ച്, അതായത് ഭക്ഷണം പോലും പിസിക്ക് കഴിച്ച് ഈ കൊടും ചൂടില് ഉണ്ടാക്കിയെടുക്കുന്ന പൈസ കൊണ്ടാണ് നിങ്ങളൊക്കെ വയറ് നിറയ്ക്കുന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ഓരോ പ്രവാസിക്കും നാട്ടിലെത്തുമ്പോൾ കുറച്ച് വേറൊന്നും കൊടുത്തില്ലെങ്കിലും അല്പം സ്നേഹവും ബഹുമാനെങ്കിലും കൊടുക്കുക. ഇത്രേ പറയാനുള്ളൂ. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപ്പൊടിയും ചോറും കൊണ്ടുവന്നത്. ഓക്കെ.